മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. എറണാകുളം ഞാറയ്ക്കൽ വളപ്പ് ബീച്ചിൽ കുളിക്കാനിറങ്ങിയ 2 വിദേശ വിദ്യാർത്ഥികളെ കാണാതായി. യമൻ സ്വദേശികളായ ജുബ്രാൻ, അബ്ദുൾ സലാം എന്നിവരെയാണ് കാണാതായത്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, ഇതെപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്? ഒരു 11 മണിയോടുകൂടിയാണ് ഇവര് കോയമ്പത്തൂരിൽ നിന്ന് ഇവിടേക്ക് ഒരു ടൂറിനെത്തിയ സംഘമാണ്. വിദ്യാർത്ഥികളാണ്, യമൻ സ്വദേശികളാണ്. കോയമ്പത്തൂരിലെ രത്തിനം കോളേജിലെ വിദ്യാർത്ഥികളാണ്. 7 അംഗ സംഘമാണെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. 7 അംഗ സംഘത്തിൽ 2 പേരെയാണ് കടലിൽ ഇറങ്ങിയ 2 പേര്. ഇവരെ 2 പേരെയും കടലിൽ കാണാതാവുകയായിരുന്നു. എന്തായാലും ഈ കോസ്റ്റ് ഗാർഡും അതുപോലെ പോലീസും, കോസ്റ്റൽ പോലീസും അതുപോലെ ഫയർഫോഴ്സും എത്തി സ്ഥലത്ത് തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഈ 2 പേര് സിബ്ലിങ്സ് ആണ്, സഹോദരന്മാരാണ് അറിയാൻ കഴിയുന്നത്. 3 പേര്, കുടുംബത്തിൽ 3 പേര് ഈ സംഘത്തിലുണ്ടായിരുന്നു. അതിൽ 2 പേരെയാണ് കാണാതായിരിക്കുന്നത്. ജുബ്രാൻ അതുപോലെ അബ്ദുൾ സലാം എന്നീ 2 പേരെയാണ് കാണാതായിരിക്കുന്നതാണ് വിവരം. എന്തായാലും ഈ പോലീസ് സംഘം രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയിരിക്കുകയാണ്. കോസ്റ്റൽ പോലീസിന്റെയും അതുപോലെ ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കടൽക്ഷോഭം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, മഴക്കെടുതികളുള്ള ഒരു സാഹചര്യത്തിലും കൂടുതൽ കടലിലേക്ക് ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. ഏത് സമയത്ത് ഏത് സാഹചര്യത്തിൽ അപകടം ഉണ്ടാകുമെന്നുള്ള കാര്യം പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടലിൽ ഇറങ്ങരുത് എന്നൊരു നിർദ്ദേശം ശക്തമായി ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് ഈ കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവിടെ എത്തി കടലിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. എന്തായാലും 2 പേരെയും അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. 2 പേരും കടലിൽ തിരച്ചിൽ തുടരുകയാണ്. ആര്യ. ശരി, ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എറണാകുളം ഞാറയ്ക്കൽ വളപ്പ് ബീച്ചിലാണ് കുളിക്കാനിറങ്ങിയ 2 വിദേശ വിദ്യാർത്ഥികളെ, യമൻ സ്വദേശികളായ വിദ്യാർത്ഥികളെ ഇപ്പോൾ കാണാതായിട്ടുള്ളത്. ഇവർക്കായുള്ള തെരച്ചിൽ അവിടെ പുരോഗമിക്കുകയാണ്.